ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ തെളിവുകളുണ്ടെന്ന് SIT. സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ഉൾപ്പെടുത്തിയുള്ള കുറ്റപത്രം ഉടൻ കോടതിയിൽ സമർപ്പിക്കും. രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ചതിന് നടൻ ബോബി കുര്യനും സഹസംവിധായക ശാലിനിക്കുമെതിരെ തെളിവുകൾ കിട്ടിയിട്ടില്ല എന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. അതിനിടെ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ട് രഞ്ജിത്ത് കോടതിയെ സമീപിക്കും. കഴിഞ്ഞ മാസം 28-ന് ലഭിച്ച ലൈംഗിക അതിക്രമ പരാതിയിൽ കേസെടുത്ത് 2 ദിവസത്തിനുള്ളിൽ സംവിധായകൻ രഞ്ജിത്തിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടന്നത്. യുവനടിയുടെ അഭിനയത്തെ സംവിധായകൻ എന്ന നിലയിൽ താൻ വിമർശിച്ചതിലെ വൈരാഗ്യത്തെ തുടർന്നുള്ള വ്യാജ പരാതിയെന്നായിരുന്നു രഞ്ജിത്തിന്റെ വാദം. എന്നാൽ ലൈംഗിക അതിക്രമം കാട്ടിയതിന് രഞ്ജിത്തിനെതിരെ കൃത്യമായ തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും അടക്കം ഉൾപ്പെടുത്തിയുള്ള കുറ്റപത്രം ഉടൻ കോടതിയിൽ സമർപ്പിക്കും. ചാർജ് കൊടുക്കാൻ ഏകദേശം റെഡിയായി. കുറേ കാര്യങ്ങളുണ്ട്, ടെക്നിക്കലായിട്ട് ചില ഡീറ്റെയിൽസ് റിപ്പോർട്ട്സ് ഒക്കെ കിട്ടാനുണ്ട്. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വേഗം വിറ്റ്നസ് എക്സാമിനേഷൻ ഏകദേശം പൂർത്തിയായി. തൊടുപുഴയിൽ നിന്ന് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് നടൻ ബോബി കുര്യനും സഹസംവിധായക ശാലിനിയും രഞ്ജിത്തിനൊപ്പം കാറിലുണ്ടായിരുന്നു. എന്നാൽ രഞ്ജിത്തിനെ ഇരുവരും ഒളിവിൽ പോകാൻ സഹായിച്ചതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. എറണാകുളം ജില്ല വിട്ടുപോകരുത്, എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം തുടങ്ങിയ കടുത്ത ജാമ്യവ്യവസ്ഥകളാണ് രഞ്ജിത്തിന് കോടതി ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഇളവ് തേടി രഞ്ജിത്ത് നാളെ കോടതിയെ സമീപിക്കും. റിപ്പോർട്ടർ, കൊച്ചി.